जय प्रभुपाद जय प्रभुपाद जय प्रभुपाद श्रील प्रभुपाद जय प्रभुपाद जय प्रभुपाद जय प्रभुपाद. ശ്രീല പ്രഭുപാദിന്റെ ലീലാമൃതയിൽ വായിച്ചൊരു കാര്യമാണ്, വോളിയം 7. അതിൽ സത്സ്വരൂപ മഹാരാജ് ആദ്യമായിട്ട് പറയുന്നത് ഇന്ത്യയിലൊരു ചൊല്ലുണ്ട്, ഒരു അമ്മ മരുമകളെ പഠിപ്പിക്കുന്നത് മകളെ ഇൻസ്ട്രക്ട് ചെയ്തിട്ടാണെന്ന്. കാരണം അമ്മയ്ക്ക് മകളോട് നല്ലൊരു അടുപ്പമുണ്ട്, അതുകൊണ്ട് എന്ത് വഴക്കും എന്ത് നിർദ്ദേശവും കൊടുക്കാൻ പറ്റും. പക്ഷെ അതുപോലല്ല പുതുതായിട്ട് വരുന്നൊരു മരുമകളോട് അങ്ങനെ പെട്ടെന്ന് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ മരുമകൾക്ക് മനസ്സിലാകാൻ വേണ്ടി മകളെ പറഞ്ഞ് മകളെ ഇൻസ്ട്രക്ട് ചെയ്യുന്ന കാണുമ്പോൾ മരുമകൾക്കും അത് ആ ഒരു കാര്യം മനസ്സിലാവും, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം മനസ്സിലാവും. അപ്പം സത്സ്വരൂപ മഹാരാജ് പറയുന്നു, ശ്രീല പ്രഭുപാദിനെ എല്ലാവർക്കും അടുത്ത് വന്ന് കാണാനോ അടുത്ത് അസോസിയേറ്റ് ചെയ്യാനോ നിർദ്ദേശങ്ങൾ എടുക്കാനോ ഒന്നും പറ്റത്തില്ല. പക്ഷെ ശ്രീല പ്രഭുപാദിന്റെ അടുത്ത ഇടപഴകിയ സേവകരോട് പ്രഭുപാദ് എങ്ങനെയാണ് നിർദ്ദേശങ്ങൾ കൊടുത്തതെന്ന് വെച്ചാൽ അതനുസരിച്ച് ഓരോ വ്യക്തികൾക്ക് ആ നിർദ്ദേശം എടുക്കാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചെറിയ ആദ്യകാലത്തെ ശിഷ്യന്മാരുടെ തെറ്റുകളും പ്രഭുപാദ് എങ്ങനെ അതിനെ തിരുത്തിയ കാര്യമൊക്കെ സത്സ്വരൂപ മഹാരാജ് ആ ഒരു പാരഗ്രാഫിൽ പറയുന്നുണ്ട്. ഉപേന്ദ്രന്റെ കാര്യമാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. ഉപേന്ദ്രൻ ഒരു കൊച്ചുകുട്ടിയാണ്, അപ്പം അദ്ദേഹം തെറ്റുകളൊക്കെ ഒരുപാട് ചെയ്യും. അപ്പോൾ പ്രഭുപാദുമായിട്ടുള്ള ഇന്ററാക്ഷനിൽ ഒരു വട്ടം പറയുന്നത് സത്സ്വരൂപ മഹാരാജ് പറയുന്നത്, പ്രഭുപാദ് ഒരു സ്റ്റെപ്പ് ഇറങ്ങി പോകുമ്പം ഉപേന്ദ്രൻ പലപ്പോഴും ആദ്യം ഒരു വട്ടമല്ല വീണ്ടും വീണ്ടും പുറകിൽ നിന്ന് വിളിക്കും. അപ്പോൾ പ്രഭുപാദ് തിരിഞ്ഞു നോക്കി. അത് ബുദ്ധിമുട്ടാണ്, ഒരാള് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാളെ വിളിച്ചു നിർത്തി ചെയ്യും. അപ്പം പ്രഭുപാദ് തിരിച്ചു പറയും, ഞാൻ ഒരുപാട് വട്ടം നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പുറകിൽ നിന്ന് വിളിക്കാനായിട്ട് പാടില്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ട്. പിന്നെ ഒരു വട്ടം ഇദ്ദേഹത്തിന്റെ ഒരു സർവീസ് പ്രഭുപാദിന്റെ ഭാഗവതവും എടുത്തുകൊണ്ട് പോവാന്നുള്ളതാണ്. അത് ഒരു ആദ്യകാലത്തെ ഒരു ടെമ്പിളില് പ്രഭുപാദിന്റെ ടെമ്പിൾ ഒരു സ്ഥലത്ത്, അദ്ദേഹം താമസിക്കുന്ന സ്ഥലം വേറൊരു സ്ഥലമാണ്. അപ്പം ഭാഗവതം ക്ലാസ്സിന് വേണ്ടി പോകുമ്പോഴത്തേന് ഭാഗവതം എടുത്തുകൊണ്ടാണ് ഉപേന്ദ്രൻ പുറകെ വരേണ്ടത് ക്ലാസ്സിന് വേണ്ടി. അപ്പം ഒരു വട്ടം പ്രഭുപാദ് ഇങ്ങനെ നടന്നു വന്ന സമയത്ത് ക്ലാസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉപേന്ദ്രൻ ഈ ഭാഗവതം കൊണ്ടുവരികയാണ്. എന്ത് ചെയ്തെന്ന് വെച്ചാല് ഏതോ ഒരു ഗസ്റ്റിനെ കണ്ടപ്പോൾ ഉപേന്ദ്രൻ അവരോട് സംസാരിച്ചുകൊണ്ടങ്ങ് നിന്നു. പ്രഭുപാദ് ഒറ്റയ്ക്ക് നടന്ന് ടെമ്പിളിലെത്തി. എന്നിട്ട് നോക്കുമ്പോൾ ഭാഗവതം വന്നില്ല. പ്രഭുപാദ് വെയിറ്റ് ചെയ്തു, കുറെ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം വന്നത്. അപ്പൊ ഇത് കണ്ടിട്ട് ഗോവിന്ദദാസി ഉപേന്ദ്രനോട് പറഞ്ഞു, ഗോവിന്ദദാസിയാണ് സെക്രട്ടറി, പിന്നെ നീ ചെയ്ത തെറ്റാണ്, ഇങ്ങനെ പ്രഭുപാദിനെ ഒറ്റയ്ക്ക് നടക്കാനായിട്ട് വിട്ടത് തെറ്റാണ് എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പൊ ഉപേന്ദ്രൻ വന്നിട്ട് സോറി പറഞ്ഞു പ്രഭുപാദിനടുത്ത്. അപ്പൊ പ്രഭുപാദ് പറഞ്ഞു, നീ എന്ത് ചെറിയ കാര്യം ചെയ്യുകയാണെങ്കിലും അത് വളരെ നൈസായിട്ട് വേണം ചെയ്യാൻ, റെസ്പോൺസിബിൾ ആയിട്ട് വേണം ചെയ്യാൻ എന്നുള്ള കാര്യം ഇങ്ങനെ നിർദ്ദേശം കൊടുത്തു. വേറൊരു സന്ദർഭത്തില് ഒരു ദിവസം ഉപേന്ദ്രൻ നോക്കിയപ്പോൾ പ്രഭുപാദിനെ കാണുന്നില്ല. അപ്പോൾ അവിടെ ഇവിടെയെല്ലാം അന്വേഷിച്ചു അവസാനം ഗോവിന്ദദാസി റൂമിനകത്തും കയറി അന്വേഷിച്ചു പ്രഭുപാദ് എവിടെയാണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ എന്നിട്ട് റൂമിൽ നിന്ന് പുറത്തിറങ്ങി വന്നപ്പോഴത്തേനും പ്രഭുപാദ് ഹാളിൽ നിന്ന് ഇങ്ങനെ നടന്നു വരുന്നു. എന്നാൽ പ്രഭുപാദ് ഉപേന്ദ്രൻ ചോദിച്ചു, ആർ യു ബ്രഹ്മചാരി, നീ ഒരു ബ്രഹ്മചാരിയാണോ? എന്നിട്ട് ചോദിച്ചിട്ട് പറഞ്ഞു, ഒരു ബ്രഹ്മചാരി ഒരിക്കലും ഒരു പെൺകുട്ടിയോ ഒരു സ്ത്രീയുടെയോ കൂടെ ഒറ്റയ്ക്കിരിക്കാൻ പാടില്ല, ഒരു റൂമിൽ ഒറ്റയ്ക്കിരിക്കാൻ പാടില്ല എന്നുള്ള കാര്യം ഇങ്ങനെ നിർദ്ദേശം കൊടുത്തു. പിന്നെ വേറൊരു ഇൻസ്റ്റൻസിൽ പ്രഭുപാദിന്റെ ഒരു മെഡിസിൻ പർപ്പസിന് വേണ്ടി പ്രഭുപാദ് കൽക്കണ്ടം പൊടിച്ച് വെള്ളത്തിലാക്കി അത് വെള്ളം പോലാക്കിയിട്ട് കുടിക്കും ഡെയിലി. അപ്പോൾ ഉപേന്ദ്രന്റെ സർവീസാണ് കൽക്കണ്ടം എടുത്തിട്ട് ഇടിച്ച് പൊടിച്ച് വെള്ളം ഇതാക്കി മാറ്റുക എന്നുള്ളത്. അപ്പോൾ ഒരു വട്ടം അങ്ങനെ ഇടിച്ചിടിച്ച് പൊളിച്ച് അത് വെള്ളത്തിൽ ഒരു ഗ്ലാസ്സിലിട്ടിട്ട് അത് അലിയിക്കാൻ വേണ്ടി ഇങ്ങനെ ചായ അടിക്കുന്ന പോലെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു വട്ടം കയ്യിൽ നിന്ന് സ്ലിപ്പായപ്പോഴത്തേന് അദ്ദേഹത്തിന്റെ കയ്യിലും മുഖത്തും എല്ലാം വന്ന് ഈ കൽക്കണ്ട ഈ പാനി അത് വന്ന് വീണ്. പിന്നെ പ്രഭുപാദ് ഉടനെ പറഞ്ഞു, നീ പോയി കൈ കഴുകിയിട്ട് വരാൻ പറഞ്ഞു, കൈയും മുഖമൊക്കെ കഴുകിയിട്ട് വരാൻ പറഞ്ഞു. പിന്നെ
ഉപേന്ദ്രൻ ഇല്ല, ഞാൻ ഒരു സേവനം ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യത്തുള്ളൂ എന്നുള്ളൊരു ഇതിൽ പറഞ്ഞു, ഇല്ല പ്രൂപ്പ, ഞാൻ അങ്ങേക്ക് ഇത് തന്നിട്ടേ ഞാൻ പോയി കൈ എഴുതത്തുള്ളൂ എന്ന് പറഞ്ഞ് തിരിച്ചു പറഞ്ഞിട്ട് അത് ചെയ്തുകൊണ്ടിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കൽക്കണ്ട പാനി ആയതുകൊണ്ട് കട്ട പിടിച്ച് ക്രിസ്റ്റലൈസ് ചെയ്ത് തുടങ്ങി. എല്ലാം മുഖത്തും കയ്യിലും എല്ലാം അത് കട്ട പിടിച്ചു തുടങ്ങി. അങ്ങനെ പിന്നെ അത് വളരെ ബുദ്ധിമുട്ട്. പക്ഷെ പ്രഭുപാദ് തിരിച്ചു പിന്നൊന്നും പറഞ്ഞില്ല. പ്രഭുപാദ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് അവസാനം അത് കിട്ടിയപ്പോൾ പ്രഭുപാദ് കുടിച്ചു. അപ്പൊ ഇങ്ങനെ സത്സ്വരൂപ മഹാരാജ് പറയും, പല പല ചെറിയ ചെറിയ ഇൻസ്റ്റൻസിലൂടെ പ്രഭുപാദ് എങ്ങനെയാണ് തന്റെ സേവകരെ കറക്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു തരുന്നുണ്ട്. അവരുടെയൊക്കെ മണ്ടത്തരങ്ങൾ അതെല്ലാം പ്രഭുപാദ് ടോളറേറ്റ് ചെയ്ത് അവർക്ക് പരിശുദ്ധ ഭക്തി കിട്ടാൻ വേണ്ടി അതെല്ലാം പ്രഭുപാദ് ക്ഷമിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്തു എന്നുള്ളത്. ഇത് ഇവരോടുള്ള ഇന്ററാക്ഷൻ കേട്ട് മനസ്സിലാക്കുന്ന എല്ലാവർക്കും എങ്ങനെയാണ് പ്രോപ്പർലി ഇടപഴകേണ്ടതെന്ന് മനസ്സിലാകും എന്നുള്ളത് സത്സ്വരൂപ മഹാരാജ് അതിനകത്ത് പറയും. वांछा कल्पतरुपेक्षा कृपा सिद्धि परिणाम पावने वैष्णव नमो अनंत कोटि वैष्णव जय श्रील प्रभुपाद की जय जय. इस समय का